ഹിരോഷിമ ദിനമായിരുന്നു ഇന്നലെ. ഇനി 9-ാം തീയതി നാഗസാക്കി ദിനമാണ്. ഈ രണ്ട് ആണവ സ്ഫോടനങ്ങളുടെ ഓർമ്മ ദിനങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വലിയ ഒരു അണുബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ ഒരു അണുബോംബ് ഉണ്ടെന്ന്. എന്താണ് ആ അണുബോംബ് എന്ന് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് വ്യക്തമായത്. ഈ കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് 2014 ശേഷം ഇന്ത്യയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് പല കോണുകളിൽ നിന്ന് പല കാലങ്ങളിലായി ഉയർന്നു വന്ന സംശയങ്ങൾ, ആ സംശയങ്ങളുടെ പിറകെ സഞ്ചരിച്ച ഒരു പഠന സംഘം, ആ പഠന സംഘം കണ്ടെത്തിയ പുതിയ വിവരങ്ങളുമായിട്ടാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരൊന്നാകെ ഉള്ള ഒരു ഹാളിൽ, പിറകിൽ LED വോളൊക്കെ വെച്ച ഒരു ഹാളിൽ ഒരു പ്രസന്റേഷൻ എന്നുള്ള നിലയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ആദ്യം തന്നെ ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ആ വോട്ടിനെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം ഇന്ത്യയിൽ എപ്രകാരമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവപൂർണമായിട്ടുള്ള കണ്ടെത്തലുകൾ അദ്ദേഹം പുറത്തുവിടുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പല ഘട്ടങ്ങളിലായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ സംബന്ധിച്ച് ഉയർന്നു വന്ന ചോദ്യങ്ങൾ, അദ്ദേഹം തന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ ഒട്ടേറെ ചോദ്യങ്ങൾ. അവിടെ മഹാരാഷ്ട്രയിലെ ജനസംഖ്യയേക്കാൾ വോട്ടർ പട്ടികയിൽ വോട്ടർമാർ 18 വയസ്സ് തികഞ്ഞവരാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടാറുള്ളത്. പക്ഷെ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിലുള്ളത് മഹാരാഷ്ട്രയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ എണ്ണം ആളുകൾ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5 മണിക്ക് ശേഷം വൻതോതിൽ ഏതാണ്ട് 7% വോട്ട് 5 മണിക്ക് ശേഷം പോൾ ചെയ്തു എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടപ്പോൾ പാർട്ടി പ്രവർത്തകരോടൊക്കെ അന്വേഷിച്ചെങ്കിലും അത്തരത്തിൽ വലിയ ക്യൂവോ അല്ലെങ്കിൽ 5 മണിക്ക് ശേഷമുള്ള പോളിംഗ് ഒന്നും മഹാരാഷ്ട്രയിൽ എവിടെയും നടന്നിട്ടില്ല എന്നൊക്കെ കാണുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില വീടുകളിൽ 10ഉം 100ഉം വോട്ടുകളൊക്കെ ആ ഒരു വീട്ടിലുള്ളതുപോലെ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. മഹാരാഷ്ട്രയെ കൂടാതെ ഹരിയാനയിൽ അതുപോലെ തന്നെ മധ്യപ്രദേശിലൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായ വലിയ തോതിലുള്ള അട്ടിമറി. അതിന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ലോകത്തിലെ ഏത് ഭരണകൂടത്തിനെതിരെയും, അത് ഏത് ഭരണകൂടമാകട്ടെ, അതിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച് പഠിക്കുന്ന ആളുകളെല്ലാം, രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവരെല്ലാം പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP വന്നതോടുകൂടി BJPയുടെ ഗവൺമെന്റുകൾക്കൊന്നും അത്തരത്തിലുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, ആ ഒരു പ്രയാസം യേശുന്നേയില്ല എന്നത് അത്ഭുതകരമാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആന്റി ഇൻകംബൻസി ഫാക്ടർ എവിടെയും പ്രവർത്തിക്കുന്നില്ല. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത്, പലപ്പോഴും സർവേകൾ, പ്രീപോൾ സർവേകൾ പുറത്തു വരുമ്പോൾ ആ പ്രീപോൾ സർവേകൾ അവിടെ അട്ടിമറി ജയം നേടാൻ കോൺഗ്രസിന് കഴിയും അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയും എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്ന് വോട്ടെടുപ്പ് പൂർത്തിയായി കൗണ്ടിംഗ് പൂർത്തിയാകുമ്പോൾ വൻതോതിലുള്ള വിജയമായി BJPയുടെ ഗവൺമെന്റുകൾ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് ഹരിയാനയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും ഒക്കെ കണ്ടത് എന്നത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ പലപ്പോഴും സംശയമുണർത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വന്നതോടുകൂടിയാണ് ഒരു വോട്ടർ പട്ടിക സംബന്ധിച്ച പഠനം വേണമെന്നുള്ള നിലയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീം മുന്നോട്ട് പോകുന്നത്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടിക ചോദിച്ചു, ഡിജിറ്റലായ വോട്ടർ പട്ടിക. കാരണം ഒരു ഡാറ്റ അനാലിസിസ് നടത്തുന്നതിന് ഡിജിറ്റൽ വോട്ടർ പട്ടിക വളരെ സഹായകമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വോട്ടർ പട്ടിക കൊടുത്തില്ല. അതോടൊപ്പം തന്നെ 5 മണിക്ക് ശേഷം 5:30 മണിക്ക് ശേഷം ഇത്രമാത്രം പോളിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ചിത്രീകരിച്ച CCTV ദൃശ്യങ്ങളുടെ ഫുട്ടേജ് ആവശ്യപ്പെടുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തില്ല. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞില്ല. ഒരു കുഴപ്പവുമില്ല, എല്ലാം നല്ല നിലയിൽ നടക്കുന്നു എന്ന പ്രസ്താവനകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്നുവരെ ആ ഡാറ്റ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പഠനം നടക്കുന്നത്. കർണാടക സംസ്ഥാനത്തെ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതാണ്ട് 35,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP ജയിക്കുകയുണ്ടായി. പക്ഷെ അവിടെ തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,00,000-ലധികം ഭൂരിപക്ഷത്തിന് ഒരു നിയോജക മണ്ഡലത്തിൽ, മഹാദേവപുര എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ BJP ജയിച്ചത് അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയമായിട്ടാണ് കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് കേസ് എന്നുള്ള നിലയിൽ പഠനത്തിനെടുത്തത് മഹാദേവപുരയിലെ വോട്ടർ പട്ടികയായിരുന്നു.
ആ വോട്ടർ പട്ടികയിൽ അദ്ദേഹം കണ്ടെത്തിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം കണ്ടെത്തിയ ഏതാണ്ട് 30-40ഓളം ആളുകൾ. ഈ കെട്ട് എത്രമാത്രം ഉണ്ടെന്നറിയോ? വോട്ടർ പട്ടിക കൊടുത്തത് കടലാസായിട്ടാണ് കൊടുത്തത്. ആ കടലാസിന്റെ കെട്ട് 3 നിരകളിലായി കെട്ടി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 7 അടിയോളം ഉയരത്തിലുള്ള അത്രയും കടലാസ് ഉണ്ട് ആ വോട്ടർ പട്ടിക. ആ മഹാദേവപുര നിയോജക മണ്ഡലത്തിലെ, നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക. അത് മുഴുവൻ ഇരുന്ന് പരിശോധിച്ചത് എത്ര പേരാണെന്നറിയോ? 30 മുതൽ 40 വരെ പേർ, ഫുൾ ടൈം, ഇടതടവില്ലാതെ 6 മാസത്തോളം. കാരണം ഓരോ വോട്ടും ആവർത്തിച്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ബൂത്തുകളിലായി ഇടം പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് 6 മാസം എടുത്താണ് പരിശോധിച്ചത്. നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ വോട്ടർ പട്ടിക നൽകിയിരുന്നുവെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് സാധ്യമാകുമായിരുന്ന കാര്യമാണ് അത് എന്ന് രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ കിട്ടിയ വിവരം ഭീകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ നേർചിത്രമാണ് ആ പഠനത്തിലുടനീളം പുറത്തു വന്നിട്ടുള്ളത്. 1,00,000-ലധികം വോട്ടുകൾ ഇത്തരത്തിൽ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങളിലൂടെ നിയമവിരുദ്ധമായി വ്യാജരേഖ ചമച്ചുകൊണ്ടൊക്കെ 1,00,000-ലധികം വോട്ടുകൾ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു വോട്ടെടുപ്പാണ് മഹാദേവപുര നിയോജക മണ്ഡലത്തിൽ നടന്നത് എന്ന് ആ വോട്ടർ പട്ടിക പറയുന്നു എന്നാണ് പറയുന്നത്. ആ വോട്ടർ പട്ടികയുടെ സ്പെസിമെൻ മേശപ്പുറത്ത് വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനം നടത്തിയത്. ആ വോട്ടർ പട്ടികയെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചു. നിങ്ങൾ BJPയുമായി കൈകോർത്തുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ് കട്ടുകൊണ്ടുപോയത് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. അതിനെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരും ദിനങ്ങളിൽ എന്താണ് പറയാൻ പോകുന്നത്, ഏതൊക്കെ തരത്തിലാണ് വോട്ട് അട്ടിമറിക്കപ്പെട്ടത് എന്നത് ഏറ്റവും രസകരമായ കാര്യമാണ്. ആ വോട്ടർ പട്ടികയിൽ വീട്ട് നമ്പർ 0 എന്നുള്ള നിലയിലുള്ള ധാരാളം വീടുകൾ, അവിടെ തന്നെ അച്ഛന്റെ പേരിന് പകരം ഇംഗ്ലീഷിലെ ഏതൊക്കെയോ അക്ഷരങ്ങൾ മാത്രമുള്ള അച്ഛന്റെ പേരുള്ള നിരവധിയായ വോട്ടുകൾ, അതുപോലെ തന്നെ പല ബൂത്തുകളിലായി വോട്ട് ചെയ്യപ്പെട്ട, പല ബൂത്തുകളിലായി സ്ഥാനം പിടിച്ച ആളുകളുടെ വോട്ടുകൾ, ഒരു വീട്ടിൽ തന്നെ 60-ഉം 30-ഉം ഒക്കെ ആളുകൾ താമസിക്കുന്ന തരത്തിൽ ഉള്ള വോട്ടുകൾ, ഒരു ബീർ പാർലറിന്റെ വിലാസത്തിൽ പോലും വൻതോതിൽ വോട്ടർമാർ ഒരൊറ്റ നമ്പറിന് കീഴിൽ ചേർക്കപ്പെട്ടു വോട്ടർ പട്ടികയിൽ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ അദ്ദേഹം വോട്ടർ പട്ടിക മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ, ഈ വിവരങ്ങളെ ഇതിൽ മുന്നോട്ട് വെക്കുന്ന വിവരങ്ങളെ തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന തരത്തിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പത്രസമ്മേളനത്തിലൂടെ കടന്നുപോയത്. അവിടെ LED സ്ക്രീനിൽ പ്രദർശിപ്പിച്ച ഇത്തരത്തിൽ 1,00,000-ലധികം വോട്ടുകൾ എങ്ങനെയാണ് വന്നത് എന്ന് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965, ഫേക്ക് വോട്ടർമാർ അല്ലെങ്കിൽ ഇൻവാലിഡ് അഡ്രസ് ഉള്ളത്, യഥാർത്ഥ വോട്ടർമാരല്ല, അതോടൊപ്പം തന്നെ തെറ്റായ അഡ്രസ്സ്, ആ അഡ്രസ്സിലുള്ളത് ഏതാണ്ട് 40,009 വോട്ടുകളാണ്. ബൾക്ക് വോട്ടേഴ്സ് ഇൻ സിംഗിൾ അഡ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീർ പാർലർ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഒറ്റമുറി വീടിൽ ഉൾപ്പെടെ 40-ഉം 50-ഉം 60-ഉം വോട്ടർമാർ ചേർത്തപ്പെട്ട നിലയിലുള്ളത് 10,452. മറ്റൊന്ന് ഇൻവാലിഡ് ഫോട്ടോസ്. അത് വളരെ രസകരമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയൽ രേഖ എന്നുള്ള നിലയിൽ വോട്ടർ പട്ടികയോടൊപ്പം ഫോട്ടോ പ്ലേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കുറെ കാലമായി. പക്ഷേ ഇവിടെ വന്ന വോട്ടർ പട്ടികയിൽ, മഹാദേവപുരയിൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ പലതിലും ഏതാണ്ട് 4,132 പേർക്ക് ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ വളരെ ചെറുതായി 1 സെന്റിമീറ്റർ പോലും വളരെ ചെറുതായി, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ നീളവും വീതിയും പോലും ഇല്ലാത്ത തരത്തിലുള്ള ഫോട്ടോകൾ ആ വോട്ടർ പട്ടികയിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ വോട്ടർ പട്ടികയിലെ ഫോട്ടോ നോക്കി ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫോട്ടോകൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഫോട്ടോ ഇല്ലാതെയും ഈ പറയുന്ന വോട്ടർമാർ വന്നിരിക്കുന്നു. അത് 4,132. മറ്റൊന്ന് മിസ്യൂസ് ഓഫ് ഫോം 6. എന്തിനാ ഫോം 6 ഉപയോഗിക്കുന്നത്? ചെറുപ്പക്കാരായ വോട്ടർമാരെ ചേർക്കുന്നതിനാവശ്യമായ പുതിയ ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം 6 എന്ന് പറയുന്നത്. ആ ഫോം 6 മിസ്യൂസ് ചെയ്തുകൊണ്ട് അതിൽ ചേർക്കപ്പെട്ട വോട്ടുകൾ 33,692. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അല്ല, പുതിയ വോട്ടർമാർ 33,692 ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അസ്വാഭാവികമല്ലല്ലോ എന്ന്. പക്ഷേ ഇതിലെ അസ്വാഭാവികത എന്ന് പറയുന്നത്, അതിൽ വന്ന വോട്ടർമാർ ആരും 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവരല്ല. അതിലുള്ള വോട്ടർമാർ മിക്കവാറും ഉള്ളത് 80-ഉം 90-ഉം 70-ഉം 60-ഉം അത്തരത്തിൽ മുതിർന്ന, ഏറ്റവും പ്രായമേറിയ ആളുകളുടെ വോട്ടുകളാണ് ഈ തരത്തിൽ ചേർത്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ 5 വിഭാഗങ്ങളിലായി 1,00,000-ലധികം വോട്ടുകൾ അവിടെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടാണ് മഹാദേവപുര എന്ന നിയോജക മണ്ഡലത്തിൽ 1,00,000-ലധികം ഭൂരിപക്ഷത്തിന് BJPയുടെ സ്ഥാനാർത്ഥി നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചു വരുന്നത്. ആ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഇതിന്റെ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് അവിടുത്തെ MP യും ജയിച്ചു വരുന്നത്.
ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ആകെ അട്ടിമറിക്കുന്ന തരത്തിൽ വ്യാജരേഖ ചമച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന തരത്തിൽ എത്ര മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഈ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഡാറ്റ നൽകുകയാണെങ്കിൽ, ഡിജിറ്റൽ ഡാറ്റ നൽകുകയാണെങ്കിൽ, ഇന്ത്യയിലുടനീളം ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള അട്ടിമറികൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട് എന്ന് നിഷ്പ്രയാസം പറയാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയുടെ ഈ പത്രസമ്മേളനത്തെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ എങ്ങനെ, കാരണം മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നുണ്ട് ആ ഹാളിൽ, അവിടെ ചോദിച്ച ചോദ്യങ്ങൾ അവരൊക്കെ ഞെട്ടിപ്പോയി. രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ അവർ ചോദിച്ച ചോദ്യങ്ങളിൽ എത്രമാത്രം ഗൗരവം അവർ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഈ മാധ്യമങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിലെ പൊതുസമൂഹം രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കണം. അദ്ദേഹം ഉയർത്തിയത് ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ സംസ്കൃതി എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ജനാധിപത്യ സംസ്കൃതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ആ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയാണ് ഇത്തരത്തിൽ കടക്കൽ കത്തിവെക്കുന്ന തരത്തിൽ, അതിനെ അട്ടിമറിക്കുന്ന തരത്തിൽ, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സത്യത്തെ തന്നെ കുഴിച്ചു മൂടുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായിട്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ BJP മുന്നോട്ട് പോയതെന്നും അതിന്റെ പുറത്ത് കെട്ടിപ്പൊക്കിയതാണ് ഇവിടുത്തെ പല ഭരണകൂടങ്ങളുമെന്നും അതിന്റെ പുറത്ത് വിരാജിക്കുന്നവരെല്ലാം ഈ കള്ളനാണയങ്ങളാണെന്നും ഇന്ത്യയോട് തുറന്നു പറയുന്ന തരത്തിലുള്ള ഒരു പത്രസമ്മേളനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ഇതൊരു വലിയ വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല, ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഇരിപ്പിടത്തിൽ അവർക്ക് അധികകാലം അമർന്നിരിക്കാൻ കഴിയില്ല എന്ന സൂചന കൂടി അത് നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാലാവധി പൂർത്തിയാക്കി നിങ്ങൾ പോകാം, പക്ഷെ നിങ്ങൾ എവിടെ പോയാലും ഞാൻ ഉന്നയിക്കാൻ പോകുന്ന ഡാറ്റ, ഞാൻ പുറത്തുവിടാൻ പോകുന്ന ഡാറ്റ നിങ്ങൾ വിടാതെ വേട്ടയാടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതുപോലെ തന്നെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, അവരോടൊക്കെ തന്നെ ഈ പത്രസമ്മേളനം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വരും നാളുകളിൽ അവർ മറുപടി പറഞ്ഞേ പറ്റൂ. ചോദ്യങ്ങളോട് മറുപടി പറയുകയോ പത്രക്കാരെ കാണാതിരിക്കുകയോ അല്ലെങ്കിൽ പാർലമെന്റിൽ പോലും പ്രത്യക്ഷപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഭരണാധികാരികൾ, നിയമസഭകളിൽ പോലും പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന ഭരണാധികാരികൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ദുഃഖകരമായി നമ്മൾ ഓർക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ വനരോധനമായി മാറാതിരിക്കാൻ, അല്ലെങ്കിൽ അത് അഗണ്യ കോടിയിൽ തള്ളാതിരിക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ഓരോ മനുഷ്യരും ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ് ആ പത്രസമ്മേളനം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവന. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി ഇവിടുത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ, ഇവിടുത്തെ നീതിപീഠങ്ങൾക്ക് മുമ്പിൽ പോകണം. നീതിപീഠങ്ങൾ പോലും കൺതുറന്ന് ഈ പ്രസ്താവനയെ കാണണം, ഈ പത്രസമ്മേളനത്തെ കാണണം. നീതിപീഠം സ്വമേധയാ കേസെടുത്തുകൊണ്ട്, സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്.